ഹായ് ഫ്രണ്ട്സ്, അമ്മാൻ്റണി ക്രിയേഷൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു കർഷകരുടെ കൂടെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ കപ്പ, അതുപോലെ തന്നെ ചോളം, അതുപോലെ തന്നെ മഞ്ഞൾ, പിന്നെ പൂത്തുമ്പ, ഓണത്തിന് ചെടികൾ, ചെട്ടിമല്ലി, എന്താ വേണ്ട. ഇനി ഇവിടെ വന്നാൽ അവർ പറയുന്നത് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ്. വരുന്ന കസ്റ്റമർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെയും ഈ കർഷകനെയും അവർക്കൊരു ഉത്തേജനം കൊടുക്കുന്നത് നമ്മൾ ഈ വീഡിയോയ്ക്ക് ഇടുമ്പോൾ അവർ കാണും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കസ്റ്റമർ കൂടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനായിട്ട് ഞങ്ങളുടെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പ്ലീസ്. ഓക്കെ, എന്നാൽ ഗുഡ് ബൈ. സുഹൃത്തുക്കളെ, ഇതെന്താന്ന് മനസ്സിലായ? കപ്പങ്ങ അല്ലെങ്കിൽ കപ്പയ്ക്കാന്നൊക്കെ പറയും ചിലയിടത്ത്. ഇതൊക്കെ തമിഴ്നാട്ടിലാണ് ഇവ വൻ കൃഷികളുണ്ടായിരുന്നത്. ഇനി നമുക്ക് തമിഴ്നാട്ടിലെ പച്ചക്കറി വേണ്ട എന്ന് തന്നെ കണക്കാക്കിയിട്ടാ നമ്മുടെ കേരളത്തിലെ ചുണക്കുട്ടികൾ അടിച്ചു പൊളിക്കുന്നുണ്ട്. സുഹൃത്തെ, ഇതാണ് കപ്പയ്ക്കാന്നൊക്കെ പറയണത് അല്ലേ? ഇതെങ്ങനെയായി കൃഷി ചെയ്തിട്ട് മെച്ചമുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളത് ഉണ്ടെങ്കിൽ അത് തന്നെ ഒടിഞ്ഞു വീണു, നശിച്ചു പോയി, അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുക്കാൻ നമ്മുടെ തോട്ടത്തിൽ വന്ന് എടുക്കാൻ ആൾക്കാരുണ്ട്. 40-45 രൂപ വിലയും കിട്ടുന്നുണ്ട് കിലോ. ഒരു കിലോ, ഒരു പപ്പങ്ങ 2 കിലോ, 1.5 കിലോ, 3 കിലോ വരയ്ക്കുമ്പോൾ തന്നെ പപ്പായ ഉണ്ട്. അപ്പോൾ ആ ഇനം വരുമ്പോൾ ഒരു പപ്പായക്ക് 90 രൂപയോളം നമുക്ക് വില കിട്ടുന്നുണ്ട്. പിന്നെ എന്താ കുഴപ്പം? നമുക്ക് കൃഷി ചെയ്തുകൊണ്ട് അടിച്ചു പൊളിച്ച് ചെയ്യാം. നല്ല രീതിയിൽ ചെയ്താൽ നല്ല കൃഷി ചെയ്യുന്ന പറഞ്ഞിട്ട് ഇട്ടുകൊണ്ട് വരികയല്ല. കൃഷി നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര കൊല്ലത്തേക്ക് ഇതിന്റെ വരുമാനം എടുക്കാൻ പറ്റും? ഒരു കൊല്ലം ഒരു 15-16 മാസത്തേക്ക് നമുക്ക് കിട്ടുള്ളൂ. വെച്ചിട്ട് ഇപ്പോൾ 3 മാസമായിട്ടുള്ളൂ. 3 മാസം ഇപ്പോൾ കായായി തുടങ്ങി. അത് ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്കൊരു 15 മാസം ആകുമ്പോഴേക്കും കുറയും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ ഗുണമായിട്ടുള്ളത് കിട്ടില്ല, ചെറുതുകളൊക്കെ ആയിരിക്കും, അങ്ങനെയായിട്ട് പോകും. ഈ 15 ഇപ്പോൾ ഒരു 5 മാസം, അടുത്തൊരു 3 മാസം കഴിയുമ്പോൾ പൊടിച്ചു തുടങ്ങാറാവും. അപ്പോൾ അത് ശരിക്കും നമുക്ക് നല്ല വിളവ് കിട്ടും. ഇപ്പോൾ അടിയിൽ നിന്ന് ഇട്ടിപ്പോൾ ശരിക്കും നമുക്ക് കോണിൽ നിന്ന് വെക്കുന്ന അടിയിൽ നിന്ന് തന്നെ പൊടിച്ചു പോകാം. അടുത്തുനിന്നോട്ട് കായായി തുടങ്ങി, കണ്ട താഴത്തുനിന്നോട്ട് കായായി തുടങ്ങി. പപ്പായ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെരിച്ച് വെക്കണം. ചെരിച്ച് വെച്ചാൽ നമുക്ക് പൊട്ടിക്കാൻ അധികം ഉയരം വെച്ച് പോകില്ല. ചെരിച്ചു വെച്ചാൽ അധികം ഉയരത്തിൽ പോകില്ല, ചെരിഞ്ഞാ പോകുള്ളൂ. അല്ല, ചെരിഞ്ഞിട്ട് നീരും. പക്ഷെ അപ്പൊ ഐറ്റ് കൂടുതൽ പപ്പായ ഉണ്ടാവും, ഒരുപാട് ഐറ്റി പോകും. അങ്ങനെ സംഭവം. അപ്പോ പപ്പക്കായ വളരെ നല്ലൊരു കൃഷിയാണ് സുഹൃത്തുക്കളെ. ഇതിനിപ്പോ നമ്മൾ ഒരു തോട്ടത്തിൽ ഒരു സൈഡിൽ ചോളം, ഒരു സൈഡിൽ മഞ്ഞൾ. അപ്പോൾ ഒരു തോട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പണിക്ക് നമുക്ക് 2-3 പ്രതിഫലം കിട്ടും. മഞ്ഞളിന്റെ കിട്ടും, ചോളത്തിന്റെ കിട്ടും, അത് കഴിഞ്ഞ് ലാസ്റ്റ് പപ്പായയും കിട്ടും. എൻ്റെ സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവരും പറയും നമ്മുടെ ഇന്ത്യയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും മിലിറ്ററിക്കാരെയും കർഷകരെയാണെന്ന് പറയണേ, ശരിയല്ലേ? അപ്പോൾ ഇവരോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ വീഡിയോകൾ ഇടുന്നത്. ഇനി വേറെ എന്തൊക്കെയുള്ള ഇവിടെ? വേറെ ചെറ്റിമല്ലിയാണ് ഓണത്തിനുള്ളത്. പിന്നെ അതേമാതിരി ഓണത്തിന് ആവശ്യമുള്ള പൂത്തുമ്പ, അത് നമ്മളവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ കർഷകർക്ക് ഓണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ വേറെ പോരുന്ന എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട്. അതായത് പൂക്കൾ തുടങ്ങി എല്ലാ സാധനവും, സ്വീറ്റ് തുടങ്ങി ഫ്രൂട്ട്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. കാര്യമില്ല. നമ്മുടെ
ഷോപ്പിൽ വന്നാൽ നമുക്ക് ഈ വക സാധനങ്ങളെല്ലാവരും ലഭ്യമായിരിക്കും, അവിടെ നിന്ന് കിട്ടുന്നത്. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ഒറ്റയടിക്ക് ആളുടെ വീഡിയോ എടുത്ത് കഴിയില്ല. ഞാൻ അതുകൊണ്ട് 2-3 ഐറ്റം മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. ബാക്കി പിന്നീട് ഒരു ദിവസം ഇടാം. സുഹൃത്തുക്കളെ, ഇതാണ് ചോളം. നമ്മളൊക്കെ പഴയ കാലത്ത് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ വേളങ്കണ്ണി പോകാനൊക്കെയാണ് സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ പോവാറ്. അവരിലൂടെയൊക്കെ വണ്ടി നിർത്തുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഇതാണുള്ള ചോളം എന്ന് വെച്ചാൽ അതിശയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലും ചോളം സുലഭമായി പലരും കൃഷി ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഈ സുഹൃത്തിൻ്റെ ചോളങ്ങൾ നമ്മൾ കാണുന്നത്. കണ്ട ഈ കപ്പയുടെ ഇടയിൽ ചോളം. അപ്പം ഞാൻ ചോദിക്കട്ടെ സുഹൃത്തിനോട്, വേറൊന്നുമല്ല, ഈ കൃഷി ഇത് ഫസ്റ്റ് ചോളണോ കഴിയുക, അല്ലെങ്കിൽ ഫസ്റ്റ് ചോളം കഴിയും, ഫസ്റ്റ് രണ്ടാമത് മഞ്ഞൾ കഴിയും, ലാസ്റ്റാണ് പപ്പായ കഴിയുള്ളൂ. പപ്പായ കഴിയുള്ളൂ. 3 ഐറ്റം 3 വിളവെടുപ്പായിട്ടാണ്. അപ്പം നമുക്ക് ഒരിക്കലും ആ ഒറ്റ കൃഷി, ഒരു വളം ഒരു ചിലവ് വരുന്നുള്ളൂ. അതാണ് ഈ കിട്ടുന്നത് എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ലാഭം. അപ്പോൾ 30 രൂപ ഒരു ചോളത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ചോളം വെച്ചിട്ടുണ്ട് ഒരു കടക്കി. അതിൽ 1000 കട ചോളമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 30 രൂപ ഒരു ചോളത്തിന് വില കിട്ടുന്നത്. 2 ചോളം വെച്ച് കൂട്ടി അപ്പോൾ എത്ര അതിൻ്റെ ഭയങ്കരതായില്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് റീറ്റെയിൽ നമുക്ക് 30 രൂപ. അപ്പോൾ ഒരു ഹോൾസെയിൽ പോകുമ്പോൾ നമുക്കത് ഇത് കിട്ടുന്നുണ്ട്. ഹോൾസെയിൽ അവർ എത്ര കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണ്ട. നമുക്കിവിടെ ഈ പൈസ നമുക്ക് അല്ല, ഞാൻ ചോദിച്ചു എന്നുള്ള. അവർ ഇപ്പോൾ മേടിച്ചിപ്പോൾ മറ്റുള്ള കടകളിൽ വരുമ്പോൾ 40 ഉണ്ട്, 35 പോകും. നമുക്കിത് ഇവിടെ ഈ പൈസ നമുക്ക് കൊടുക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കാണുന്ന ഈ കർഷകനെ പ്രോത്സാഹിപ്പിക്കുക,